BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസിനുള്ളിൽ അധികാര തർക്കങ്ങളും സ്ഥാനാർത്ഥി ചർച്ചകളും മുറുകുമ്പോൾ ദേശീയ രാഷ്ട്രീയത്തിലെ കരുത്തനായ KC വേണുഗോപാലിനെ സംസ്ഥാന ഭരണത്തിന്റെ അമരത്തെത്തിക്കാൻ ഹൈക്കമാൻഡിന്റെയും ഒരു വിഭാഗം നേതാക്കളുടെയും പിന്തുണയോടെ ശക്തമായ നീക്കം നടക്കുന്നുവെന്ന് സൂചന. അടുത്തിടെ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യതകളെക്കുറിച്ച് സണ്ണി ജോസഫ് MLA നടത്തിയ പ്രതികരണം രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചയായിരുന്നു. നിയമസഭയ്ക്ക് പുറത്തുള്ള ഒരാൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുമോ എന്ന ചോദ്യത്തിന് പാർട്ടി കൂടി ആലോചിച്ച് ഉചിതമായ തീരുമാനമെടുത്താൽ അതെല്ലാവരും അംഗീകരിക്കുമെന്നായിരുന്നു സണ്ണി ജോസഫിന്റെ മറുപടി. ഇത് കേവലം ഒരു വ്യക്തിപരമായ അഭിപ്രായമല്ലെന്നും മറിച്ച് പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കൾക്കിടയിൽ KCയുടെ കടന്നുവരവിനെ കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ചു എന്നതിന്റെ വ്യക്തമായ സൂചനയുമാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. നിലവിൽ MLA അല്ലാത്ത KC വേണുഗോപാൽ മുഖ്യമന്ത്രി പദം ഏറ്റെടുത്താൽ 6 മാസത്തിനകം നിയമസഭാംഗമാകേണ്ടതുണ്ട്. ഇതിനായി മുസ്ലിം ലീഗിന്റെ ഏറ്റവും സുരക്ഷിതമായ കോട്ടകളിൽ ഒന്നായ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി മണ്ഡലം KCക്കായി വിട്ടു നൽകാനുള്ള ചർച്ചകളാണിപ്പോൾ രാഷ്ട്രീയ വൃത്തങ്ങളിൽ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. ഉപതെരഞ്ഞെടുപ്പിൽ യാതൊരുവിധ രാഷ്ട്രീയ അട്ടിമറികളും സംഭവിക്കാത്ത 100% വിജയം ഉറപ്പുള്ള മണ്ഡലം വേണമെന്ന KC പക്ഷത്തിന്റെ കർശന നിലപാടാണ് കൊണ്ടോട്ടിയിലേക്കുള്ള ചർച്ചകളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. മുൻപ് AK ആന്റണി മുഖ്യമന്ത്രി ആയപ്പോൾ തിരൂരങ്ങാടിയിൽ മുസ്ലിം ലീഗ് സീറ്റ് വിട്ടു നൽകുകയും അദ്ദേഹം അവിടെ മത്സരിച്ച് വിജയിക്കുകയും ചെയ്ത ചരിത്രം കോൺഗ്രസിന് മുന്നിലുണ്ട്. സമാനമായ ഒരു പരീക്ഷണത്തിനാണ് KC വേണുഗോപാലും ഒരുങ്ങുന്നത്. കണ്ണൂരിലെ ഇരിക്കൂർ പോലെയുള്ള കോൺഗ്രസ് കോട്ടകൾ പരിഗണനയിലുണ്ടെങ്കിലും അവിടുത്തെ പ്രാദേശികമായ ഗ്രൂപ്പ് പോരുകളും വിമത നീക്കങ്ങളും KC ക്യാമ്പ് ഭയക്കുന്നുണ്ട്. എന്നാൽ കൊണ്ടോട്ടിയിൽ അത്തരം വെല്ലുവിളികളില്ലാത്തതും മുസ്ലിം ലീഗ് നേതൃത്വവുമായി KCക്കുള്ള വ്യക്തിപരമായ അടുത്ത ബന്ധവും കാര്യങ്ങൾ എളുപ്പമാക്കുമെന്ന് അവർ കണക്കുകൂട്ടുന്നു. UDF ഐക്യം അരക്കിട്ടുറപ്പിക്കാനും ദേശീയ തലത്തിലുള്ള KCയുടെ സ്വാധീനം കേരളത്തിന് ഗുണകരമാകുമെന്നുമുള്ള വാദം ലീഗ് നേതൃത്വം ഗൗരവമായി പരിഗണിക്കുന്നുണ്ട്. KC വേണുഗോപാലിന് വേണ്ടി കരുനീക്കങ്ങൾ സജീവമാകുമ്പോഴും സംസ്ഥാന കോൺഗ്രസിലെ പ്രബലരായ VD സതീശനും രമേശ് ചെന്നിത്തലയും തങ്ങളുടെ അവകാശവാദങ്ങളിൽ നിന്നും പിൻവാങ്ങാൻ തയ്യാറല്ല. കഴിഞ്ഞ 5 വർഷം പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ നടത്തിയ പോരാട്ടങ്ങളും പാർട്ടിയെ സജീവമായി നിലനിർത്തിയതും തനിക്ക് മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള അർഹത നൽകുന്നുവെന്നാണ് VD സതീശൻ പക്ഷത്തിന്റെ വാദം. മറുവശത്ത് ഉമ്മൻചാണ്ടിക്ക് ശേഷമുള്ള മുതിർന്ന നേതാവ് എന്ന നിലയിൽ ഇത്തവണ തനിക്ക് അവസരം ലഭിക്കണമെന്ന് രമേശ് ചെന്നിത്തലയും ഉറച്ചു വിശ്വസിക്കുന്നു. ഈ ഗ്രൂപ്പ് യുദ്ധങ്ങൾക്കിടയിൽ ഹൈക്കമാൻഡിന്റെ വിശ്വസ്തനായ ഒരാൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നത് ഐക്യത്തിന് ഗുണകരമാകുമെന്ന് ഒരു വിഭാഗം വിശ്വസിക്കുമ്പോഴും സംസ്ഥാനത്ത് ചുവടുറപ്പിച്ച നേതാക്കളെ മറികടക്കുന്നത് പാർട്ടിക്കുള്ളിൽ പ്രതിഷേധങ്ങൾക്ക് വഴിമാറുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. KC വേണുഗോപാലിനെ കൊണ്ടുവരുന്നത് വെല്ലുവിളികളും നിറഞ്ഞതാണ്. ഇറക്കുമതി നേതാവ് എന്ന ലേബൽ എതിരാളികൾ ആയുധമാക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ മുസ്ലിം ലീഗ് ഒരു സീറ്റ് കോൺഗ്രസിനായി വിട്ടു നൽകുമ്പോൾ പകരം എന്ത് എന്ന ചോദ്യവും മുന്നണി ബന്ധങ്ങളിൽ ഉയർന്നു വരാം. രാജ്യസഭാ സീറ്റോ അല്ലെങ്കിൽ മന്ത്രിസഭയിലെ പ്രധാന വകുപ്പുകളോ ലീഗ് ഇതിനായി ആവശ്യപ്പെട്ടേക്കാം. എങ്കിലും കേന്ദ്ര ഭരണത്തിനെതിരായ പോരാട്ടത്തിൽ രാഹുൽ ഗാന്ധിയുടെ വലങ്കൈയായ KC വേണുഗോപാൽ കേരളത്തിന്റെ ഭരണത്തലപ്പത്ത് വരുന്നത് ദേശീയ തലത്തിൽ കോൺഗ്രസിന് വലിയ ഊർജം നൽകുമെന്നുമാണ് വിലയിരുത്തപ്പെടുന്നത്. ചുരുക്കത്തിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് UDFനെ സംബന്ധിച്ച് അധികാരത്തിലേക്ക് തിരിച്ചു വരാനുള്ള പോരാട്ടം മാത്രമല്ല, മറിച്ച് കോൺഗ്രസിനുള്ളിലെ നേതൃമാറ്റത്തിന്റെയും ഗ്രൂപ്പ് സമവാക്യങ്ങളുടെയും പരീക്ഷണശാല കൂടിയാണ്. KC വേണുഗോപാലിന്റെ കേരള രാഷ്ട്രീയത്തിലേക്കുള്ള മടങ്ങിവരവ് കോൺഗ്രസിനെ ഒറ്റക്കെട്ടായി നയിക്കുമോ അതോ പുതിയ ഗ്രൂപ്പ് പോരുകൾക്ക് വഴിമരുന്നിടുമോ എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. കൊണ്ടോട്ടി കേന്ദ്രീകരിച്ചുള്ള ഈ നീക്കം വിജയിക്കുകയാണെങ്കിൽ അത് കേരള രാഷ്ട്രീയത്തിലെ വലിയൊരു അധികാര മാറ്റത്തിന്റെ തുടക്കമായി മാറും എന്നതിൽ തർക്കമില്ല. മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെയും നിലപാടുകൾ വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ നിർണായകമാകും. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്ട്രേഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.